എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പോളികാർബണിൻ്റെ വർക്ക് ചെയ്യാനാണ്. ഈ വീട്ടിൽ ഒരു കാർ പോർച്ച് ചെയ്യാനുണ്ട്. ഈ പോർഷനിൽ ഒരു കാർ പോർച്ചും പിന്നെ ഫ്രണ്ടിൽ ഒരു സിറ്റ് ഔട്ടും പടിപ്പുരയും കൂടി കണക്ട് ചെയ്തിട്ടൊരു റൂഫും അതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ എടുത്തിട്ടില്ല, മഴയും കാര്യങ്ങളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗേറ്റ് ഉള്ളതുകൊണ്ട് പില്ലറ് രണ്ട് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ലെങ്ത്തിൽ സാഗാതിരിക്കാനായിട്ട് 3:1 ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ട്രസ്സും ബീമും ഒരേ ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. പറല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, കട്ട് ചെയ്ത് ഉള്ളിലേക്ക് തന്നെ ഇറക്കിയാണ് അടിച്ചിരിക്കുന്നത്. ബീമും അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ബീമിലേക്ക് ട്രസ്സ് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് ഇറക്കി അടിച്ചിരിക്കുന്നത്. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റും ഒരു ബോർഡറായിട്ട് കിട്ടും, നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇത്തരത്തിൽ എല്ലാവരും ചെയ്യുന്നതാണ്, എങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കിനി പാത്തി ക്ലാമ്പ് വെക്കാനുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് 2.10 പോളികാർബണാണ്. അതായത് 2 മീറ്റർ നീളവും 2.10 സെൻറ്റിമീറ്റർ നീളമുള്ള പോളികാർബണാണ് ഉപയോഗിക്കുന്നത്, വീതിയുള്ള പോളികാർബണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് അനുസരിച്ച് അതിന് 1.5 1 മീറ്റർ 5 സെൻറ്റി ഗ്യാപ്പിലാണ് ഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. ഇതിലും അടുപ്പിച്ച് നമുക്ക് ഡ്രസ്സ് കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ മെറ്റീരിയലും കാര്യങ്ങളും കൂടുന്നതുകൊണ്ട് കോസ്റ്റ് കൂടും. അപ്പോൾ അതിന് നോർമലി ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. 2 അടി ഗ്യാപ്പിൽ പർലിങ് കൊടുത്തിരിക്കുകയാണ്. 1 അടി ഗ്യാപ്പിലാണ് ശരിക്കും പർലിങ് കൊടുക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ഈ പറഞ്ഞ പോലെ കോസ്റ്റ് കൂടും. ഇവിടെ മഴ കറണ്ടും നമുക്കൊരു വില്ലനാണ്, അതുകൊണ്ട് പണി കുറച്ച് ലാഗായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 ദിവസം കൊണ്ടാണ് ഇവിടുത്തെ ഈ 2 പോർഷനിലെ സ്ട്രക്ചറിൻ്റെ വർക്ക് തീർത്തത്. പിന്നെ കൂടാതെ ഇവിടെ കുറച്ച് ഗ്രില്ലിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. കിണറിൻ്റെ മുകളിൽ ഇടുന്നൊരു മൂടി, പിന്നെ ഒരു മതലിൻ്റെ ഗ്യാപ്പിൽ വരുന്നൊരു ഗ്രില്ല്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എടുത്തില്ല. മതലിൻ്റെ ഗ്യാപ്പിൽ കാണുന്ന ഗ്രില്ല് 2 സൈഡിൽ നിന്നും വെച്ച് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ മെറ്റൽ നിറക്കാനാണ്. മെറ്റൽ അല്ലെങ്കിൽ മറ്റേ കല്ലുണ്ടല്ലോ, ബബിൾസ് പോലത്തെ, ആ കല്ല് ഇടാനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താൻ മറന്നുപോയി. പിന്നെ ഇതിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ 2.10 പോളികാർബണിൻ്റെ 2.10 പോളികാർബണിനാണ് സ്ട്രക്ചർ ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അവർ മേടിച്ച് വന്ന പോളികാർബണാണെങ്കിൽ 7 അടി വീതിയുണ്ട്. അതിന് നമ്മൾ 7 അടി വീതി ഉള്ളതുകൊണ്ട് 2.10 മാർക്ക് ചെയ്തിട്ട് പോളികാർബൺ കട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞത് നമ്മൾ സ്ട്രക്ചർ ചെയ്ത അതേ സെയിം സാധനം തന്നെ മേടിച്ചില്ലെങ്കിൽ അങ്ങനൊരു പണി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് സ്കൈലൈറ്റിൻ്റെ പോളികാർബണാണ്, 2 mm തിക്കൻസ് ഉള്ളത്. ഇത് നമ്മൾ രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും മഴ മാറിയിട്ട് ഉച്ചക്ക് മുമ്പ് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തു. നല്ല വെയിൽ ഉണ്ട്, വെയിൽ കൊണ്ട് ചൂടായിട്ടും ഈ പോളികാർബൺ അങ്ങനെ ബെൻഡാവേ കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. നല്ല ഫിനിഷായിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മറ്റ് വർക്ക് ചെയ്താക്കുന്ന ആളുകൾ ഒന്ന് അഭിപ്രായം പറയാം. പിന്നെ എന്തായാലും ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് എന്തായാലും അടുത്ത് തന്നെ ഉൾപ്പെടുത്താം.